പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ച് ഇന്നത്തെ വചന ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് സാജു, മുണ്ടക്കയത്താണ് വീട്. ഞാനിപ്പോൾ അലഹബാദിൽ ജോലി ചെയ്യുവാണ്. എനിക്ക് ഇപ്പം 46 വയസ്സുണ്ട്. ഒരു 39 വയസ്സ് വരെ ഞാൻ ഭയങ്കര തലവേദനയിൽ, 5-ാം വയസ്സ് തൊട്ട് 39-ാം വയസ്സ് വരെ ഭയങ്കര തലവേദന, ചികിത്സിക്കാത്ത സ്ഥലമില്ല. ചെറുപ്പം തൊട്ട് 5-ാം വയസ്സ് തൊട്ട് 5 വയസ്സ് മുതൽ 39 വയസ്സ് വരെ തലവേദന കൊണ്ട് അങ്ങോട്ട് പൊറുതി മുട്ടിയിട്ട് എല്ലാ നല്ല ഹോസ്പിറ്റലിൽ അവിടേക്ക് വേഗം പോകും. ഈ തലവേദനയ്ക്ക് എങ്ങനെയെങ്കിലും ഒരു ശമനം കിട്ടാൻ പറ്റും. അതുപോലെ തലവേദന കൊണ്ട് വേദനിച്ച ഒരു മനുഷ്യനാണ്. 3 പെയിൻ കില്ലർ വരെ ദിവസം കഴിക്കുമായിരുന്നു, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. പെയിൻ കില്ലർ ഒറ്റ ദിവസം 3 എണ്ണം. അത് പോക്കറ്റിലില്ലെങ്കിൽ എനിക്ക് സ്കൂളിൽ പോകാൻ, ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്, സ്കൂളിൽ പോകാനോ എനിക്ക് പഠിപ്പിക്കാനോ സാധിക്കില്ലായിരുന്നു. അതുപോലെ ജണ്ടുബാം, സ്കൂളിലെ അധ്യാപകനാണത് നിങ്ങൾ പറയണത്, അദ്ദേഹം ശരിക്കും അനുഭവത്തിൽ നിന്നാണ് പറയണത്. ജണ്ടുബാം, വിക്സ് അതുപോലുള്ള പെയിൻ കില്ലർ എൻ്റെ പോക്കറ്റിലിടുമായിരുന്നു. അപ്പം ഞാനതെടുത്ത് അപ്ലൈ ചെയ്യും ക്ലാസ്സിൽ ചെല്ലുന്നതിന് മുമ്പ്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ കയറുമ്പം ഇതൊരു സ്ഥിരം പതിവായതുകൊണ്ട് എൻ്റെ കുട്ടികൾ എന്നെ കളിയാക്കുമായിരുന്നു, മൂക്കിൽ കിള്ളുന്നെന്നും പറഞ്ഞ്. അതായത് മൂക്കിൽ മരുന്ന് പുരട്ടാതെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഈ സാറിനെ കുറിച്ച് പറയണമെങ്കിൽ കുട്ടികൾക്ക് പേരൊന്നും പറയണ്ട, കളിച്ചാൽ മതി. അന്നൊരു പാട്ടുണ്ടായിരുന്നു, ജണ്ടുബാം ഹുമേ തേരേലിയെ. കുട്ടികൾ അത് വെച്ച് തന്നെ കളിയാക്കുമായിരുന്നു. ആ പാട്ടിൻ്റെ ഈരടി പാടുമ്പോൾ ഈ സാറിനെ ഉദ്ദേശിക്കുന്നതെന്ന് അങ്ങനെ അതേമാതിരി വിക്സിൻ്റെ ഒരു പ്രത്യേക പെരട്ടിലുള്ള ആളായിരുന്നു. ഈ എപ്പോഴും മൂക്കിൽ ഇതെല്ലാം പെരട്ടി തേച്ച് ഇങ്ങനെ നടക്കണം, ഈ തലവേദന കൊണ്ടേ. അപ്പോൾ ഈ സാർ ആ നാണക്കേട് സഹിച്ചും ഇങ്ങനെ പെരട്ടിക്കൊണ്ടിരിക്കും, കാരണം വേദന പൊറുതിയില്ല. അപ്പം ഞാൻ അവധിക്ക് നാട്ടിൽ വന്നു, കുറേ ആശുപത്രികളിൽ പോയി, കുറേ നാട്ടു ചികിത്സയൊക്കെ നടത്തി. ഒരു കുറവുമില്ല. ഒരു ദിവസം ഭയങ്കര തലവേദന.
അപ്പം വീട്ടിൽ അഭിഷേകാഗ്നി പ്രാർത്ഥന നടക്കുകയാണ് വൈകുന്നേരം. അമ്മ എല്ലാ ആഴ്ചയും കാണാറുണ്ടായിരുന്നു. ഞങ്ങളെ വിളിക്കും. എനിക്ക് നാണവോ എന്തോ ഒരു വിശ്വാസക്കുറവോ, ഞാൻ ദൂരെ നിന്ന് അന്നത്തെ ദിവസം തീരുമാനിച്ച് ഇന്ന് കണ്ടേക്കാം. അപ്പോൾ എൻ്റെ ഭാര്യയും കൂട്ടത്തിൽ പോയിരുന്ന് കണ്ടു. ഞാൻ വളരെ ദൂരെ നിന്ന് ഒളിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചു. ദൈവമേ, അഭിഷേകനെയൊക്കെ ഓരോരുത്തർ കാണുന്ന വിധേ. ആദ്യമായിട്ടായിരുന്നു, ഭയങ്കര നാണമായിരുന്നു അന്ന്. അതുകൊണ്ട് കുറേ ദൂരെ പോയിട്ട് പറയണ്ട. എന്ത് സാറേ, പറഞ്ഞോ. പിറ്റേ ദിവസം മുതൽ എൻ്റെ തലവേദന വിട്ടുമാറി. രാത്രി പോയി. പിറ്റേ ദിവസം ക്ലിയർ. തലവേദന കഠിനമായ അവസ്ഥ കർത്താവ് എടുത്തു മാറ്റി. അത് 2011 നടന്നതാണത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയ അഭിഷേകം. പിന്നെ എന്നിലൊരു വലിയ ദുശീലം ഉണ്ടായിരുന്നു. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന സമയത്ത്, അതായത് 93 തോന്നുന്നു, അന്ന് തുടങ്ങിയ ഒരു പുകവലി ശല്യം. ഒരു പുകവലി എന്ന് പറഞ്ഞാൽ മാഹാരോഗമായിട്ട് എൻ്റെ കൂട്ടത്തിൽ നടക്കുകയായിരുന്നു. പുകവലിയുടെ ആ ദുശീലം ആ കാലം 93 തൊട്ടുണ്ടായിരുന്നു. അത് അന്ന് 93 തൊട്ട് ഈ കഴിഞ്ഞ 2017 വരെ ഞാൻ സ്ഥിരം പുകവലി. എപ്പോഴും എൻ്റെ പോക്കറ്റിൽ ഒരു പാക്കറ്റില്ലാതെ ഞാൻ വീട്ടിലേക്ക് കയറില്ലായിരുന്നു. വീട്ടിലെ ഭാര്യയും കുട്ടികളും അറിയത്തില്ലായിരുന്നു. ഞാൻ 3-4 സിഗരറ്റ് എടുത്തുകൊണ്ട് കക്കൂസിൽ കയറുമായിരുന്നു, ടോയ്ലറ്റിൽ പോകുന്നത്. കാരണം എത്ര കഠിനമായൊരവസ്ഥയാണത്. അവരുണ്ട് ഇവിടെ, അവരെ അറിയുന്നത് ഇപ്പോഴായിരിക്കും. ചില സീക്രട്ടുകളെല്ലാം പറഞ്ഞോ 3-4 ഒരേ സമയത്ത് വലിച്ചുകൊണ്ടിരുന്നത്. അതേസമയം വൈകുന്നേരം ആകുമ്പം എന്നും പാക്കറ്റ് തുറന്ന് നോക്കും, നാളെ രാവിലത്തേക്ക് വരെ ഉണ്ടോ, 7-8 ഉണ്ടോ, എങ്കിലേ എനിക്ക് ആ ദിവസം കിടന്നുറക്കം വരുവുള്ളായിരുന്നു. അല്ലെങ്കിൽ രാത്രിക്ക് ഈ ഉറങ്ങുന്ന സമയത്ത് രാത്രിക്കുണ്ടല്ലോ, രാത്രിക്ക് തന്നെ ഉള്ളത് ഉറപ്പ് വരുത്തിയില്ല കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ വലിച്ചോട്ടിരിക്കും. വീട്ടിൽ വരുമ്പോഴാണ്, അവധിക്ക് വരുമ്പോഴും ഒളിച്ചു പോയി നിന്ന് വലിക്കും, ദൂരോട്ട് പോയി നിന്ന് വലിക്കുമായിരുന്നു. ആ വലി എൻ്റെ കഴിഞ്ഞ ഒക്ടോബർ മാസം ഞാനിങ്ങനെ ഈ അഭിഷേകാഗ്നി കാണുന്ന സമയത്ത്, എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് നാണമായിരുന്നു ഇതിൻ്റെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. കാരണം പിറ്റേ ദിവസം മുതൽ അവർ ശാഠ്യം പിടിക്കും, ഇനി വലി പാടില്ല, ഇനി വലി പാടില്ല, എനിക്ക് നിർത്താനും പറ്റത്തില്ല. പക്ഷേ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈ വലി എങ്ങനെയും മാറ്റി തരണേന്ന്. ഒരു ഒക്ടോബർ മാസം 15-ാം തീയതിയാണെന്ന് എനിക്ക് തോന്നുന്നു. 14-ാം തീയതിയിൽ അഭിഷേകാഗ്നി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഉണ്ടായിരുന്ന സിഗരറ്റ് എല്ലാം എടുത്ത് ഞാൻ ആരും കാണാതെ വലിച്ചെറിഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഒരു സിഗരറ്റ് തൊട്ടിട്ടില്ല, മണമടിക്കാനേ പറ്റത്തില്ല. 2017 ഒക്ടോബർ 15 സ്റ്റോപ്പ് ചെയ്തു. ഇത് 2018 ജൂൺ 2 ഇതുവരെ ആ ദുശീലം പിന്നെ അലട്ടിയിട്ടില്ല. എൻ്റെ കർത്താവേ, അങ്ങ് ശരിക്കും ജീവിച്ചിരിക്കുന്നുണ്ട്. കാരണം അത് നോക്കിയില്ലേ, കർത്താവ് അവിടെ എടുത്ത് മാറ്റി. ആ സഹായവാസം പറഞ്ഞാണ്ടോ, എനിക്കിത് മാറ്റാൻ സാധിക്കുന്നില്ല, അവിടെ നിന്ന് എനിക്ക് മാറ്റി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ സഹായിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓൾ ചിൽഡ്രൻ, പ്ലീസ് ജോയിൻ വിത്ത് us. Let us pray together. Lord is here. Jesus is alive. In his name, through his name, great miracles will happen. Hallelujah. യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ, യേശുവിൻ്റെ കുരിശ് മരണത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും യോഗ്യതയാൽ ഇന്ന് ഈ സമയം ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന കുടുംബങ്ങളുടെ മേൽ, കുടുംബാംഗങ്ങളുടെ മേൽ, ദൈവമക്കളുടെ മേൽ വലിയ അഭിഷേക ശക്തി വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മ അഭിഷേകം ഈ സമയം ദാസീദാസന്മാരുടെ മേൽ ശക്തമായ വിധ സ്വർഗത്തിൽ നിന്ന് വർഷിക്കപ്പെടുന്നു. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ആരാധന, ദൈവരൂപിയേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, അത്ഭുത ശക്തിയേ ദൈവരൂപിയേ ആരാധന, സകല ജനത്തിന്റെ മേൽ വരുന്നവരേ ആരാധന, ജനതകളുടെ മേൽ ഇപ്പോൾ ആവസിക്കണമേ. ആരാധന, ദൈവാത്മാവിനെന്നും ആരാധന, ദൈവാത്മാവിനെന്നും ആരാധന. ഓ ബാലികാ ബാലന്മാർ, കുട്ടികൾ, യുവതി യുവാക്കന്മാർ, കുടുംബങ്ങൾ, രോഗാവസ്ഥകളിൽ ഇരിക്കുന്നവർ, വാർദ്ധക്യത്തെത്തിയ മക്കൾ, വൈദികർ, സന്യസ്തർ,
കർത്താവേ, വിവിധ അവസ്ഥകളിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന എല്ലാ ആത്മാക്കളുടെ മേലും അത്യുന്നത ശക്തി ആവർത്തിക്കട്ടെ. എന്നിൽ വസിക്കുന്നവനെ, എന്നെ നയിക്കുന്നവനെ ഇപ്പോൾ അങ്ങേ ആരാധിക്കുന്നു. എന്നിൽ നിറയുന്നവനെ, Glory. എന്നിൽ വസിക്കുന്നവനെ, Power. എന്നെ കാക്കുന്നവനെ, Hallelujah. ആരാധന. Glory, glory. എന്നിൽ നിറയുന്നവനെ, Power, power. എന്നിൽ വസിക്കുന്നവനെ, എന്നെ പരിശുദ്ധാത്മാവേ. കാക്കുന്നവനെ, ആരാധന. കൈ ഉയർത്തി കൈയടിച്ച് ശുദ്ധിയാ ശക്തിയാ അഭിഷേകമായി വരണേ, Glory, glory. ശുദ്ധിയാ ശക്തിയാ അഭിഷേകമായി വരണേ, ശുദ്ധത കാത്തൊരു വിശുദ്ധനാകാൻ കൃപയും നീ തരണേ. വലിയ അഭിഷേകങ്ങൾ പകരണമേ. ശുദ്ധത കാത്തൊരു വിശുദ്ധനാകാൻ അഭിഷേകം പകരണമേ. തുള്ളിച്ചാടി പരിശുദ്ധാത്മാവേ, Glory, glory. ആരാധന. സന്തോഷിച്ച് ദൈവരൂപിയേ, ആരാധന. പരിശുദ്ധാത്മാവേ, 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 ദൈവരൂപിയേ, ഹൃദയങ്ങളെ തുറക്കണമേ, ഭവനങ്ങളെ തുറക്കണമേ, ജനതകളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവാത്മാവിനെന്നും ആരാധന. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. അന്ധകാര കോട്ടകളെ തകർക്കുന്നു. യേശുനാമത്തിൽ അന്ധകാര കോട്ടകൾ തകരട്ടെ. യുക്തിവാദത്തിന്റെ ആധിപത്യങ്ങൾ ഛിന്നഭിന്നമാകട്ടെ. നിരീശ്വരവാദത്തിന്റെയും ദൈവനിഷേധത്തിന്റെയും സാങ്കോചിത്വത്തിന്റെയും ഭക്ഷണ സ്വഭാവത്തിന്റെയും ക്രൂരതയുടെയും ബന്ധനത്തിൽ കിടക്കുന്ന ആത്മാക്കൾ ഈ നിമിഷം യേശു നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. തിരുരക്തത്തിന്റെ അത്ഭുത ശക്തി, യേശു നാമത്തിന്റെ അത്ഭുത ശക്തി, പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് പൈശാചിക വിടകളെ ആട്ടിപ്പായിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേക ശക്തി ആവർത്തിക്കട്ടെ. ക്ഷീണങ്ങൾ മാറട്ടെ, അന്ധത മാറട്ടെ, മരവിപ്പ് മാറട്ടെ, നിരാശ വിട്ടുപോകട്ടെ. ദൈവകൃപ ആവർത്തിക്കട്ടെ. കുഞ്ഞുങ്ങളിലും കുടുംബങ്ങളിലും അഭിഷേകം കൊണ്ട് പൂരിതമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. Praise the Lord. Praise the Lord. Hallelujah. 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 കുറച്ച് നേരം നമുക്ക് ഇരിക്കാം. ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും അതുപോലെ വിദ്യാർത്ഥിനികൾ എല്ലാ അച്ഛൻ വളരെ സ്നേഹത്തോടെ അഭിവാദനം ചെയ്യുകയാണ്. ഓൾ കിഡ്സ്, ചിൽഡ്രൻ, യൂത്ത്, in a special way, greetings and prayers from Attapadi Sehion Retreat Center. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സുവിശേഷം പ്രസംഗിക്കുക ഞങ്ങളുടെ കടമ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഈ അടുത്ത കാലത്ത് ഒരു സ്നേഹിതൻ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഞാനുമായി പങ്കുവെച്ചു. ആ പോസ്റ്റിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: ഒരാൾ സുവിശേഷം വിശ്വസിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ദൈവസന്നിധിയിൽ ഞങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരികയില്ല. എന്നാൽ ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കാത്തത് നിമിത്തം ഒരാളുടെ ആത്മാവ് നശിച്ചു പോയാൽ ദൈവസന്നിധിയിൽ ഞങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സുവിശേഷം പ്രസംഗിക്കുക എന്ന കടമയെക്കുറിച്ച് എന്നെ ഒരിക്കൽ കൂടി ഉണർത്തിയ ഒരു സെൻറ്റൻസ് ആയിരുന്നു അത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലും മറ്റ് പല വേദികളിലും സ്റ്റേജുകളിലും പല ലേഖനങ്ങളിലും അച്ഛൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്: സുവിശേഷ പ്രഘോഷകരെ നിന്ദിക്കുക, സുവിശേഷ പ്രഘോഷകരെ അപമാനിക്കുക, അവരെ കുറിച്ചുള്ള ദൂഷണങ്ങൾ കൊണ്ട് മൂടുക. ഈ ലോകത്തിൽ കർത്താവ് ഉയർത്തിയിരിക്കുന്ന കർത്താവിൻ്റെ വചന ശുശ്രൂഷകരെ ഞാനും നിങ്ങളും തിരിച്ചറിയണം. അണക്കരയിൽ നിന്നുള്ള ഡൊമിനിക് വാളമനൽ അച്ഛൻ, അതുപോലെ തിരുവനന്തപുരം നിന്നുള്ള ദാനിയേൽ അച്ഛൻ, അതുപോലെ IMS ധ്യാനകേന്ദ്രത്തിൽ നിന്നുള്ള പ്രശാന്ത് അച്ഛൻ, ഇങ്ങനെ കർത്താവ് വളരെ അനുഗ്രഹീതരായ, അതുപോലെ തന്നെ മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ നിന്നുള്ള പനക്കലച്ഛൻ, കൊച്ചുമാത്തി അച്ഛൻ, അഗസ്റ്റിൻ വല്ലൂരാൻ അച്ഛൻ,
അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗുരുതുല്യനായി നിൽക്കുന്ന പ്രിയങ്കരനായ നായ്ക്കമ്പറമ്പിലച്ചൻ. ഇങ്ങനെ നോക്കിയാൽ ഈ കേരള സഭയിൽ അനുഗ്രഹീതരായ അനേകം വചന പ്രഘോഷകരെ കർത്താവ് പ്രദാനം ചെയ്തു. എന്നാൽ പല വിധത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഓരോ കോണുകളിൽ നിന്നും ഓരോ തരത്തിലുള്ള വേദികളിൽ വെച്ചും ഇങ്ങനെയുള്ള ദൈവവചന പ്രഘോഷകരെ നിരുത്സാഹപ്പെടുത്തുക, നിന്ദിക്കുക, അല്ലെങ്കിൽ അവരെക്കുറിച്ച് ദൂഷണങ്ങൾ പറഞ്ഞു പരത്തുക, അവരെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുക, ഇത് ഒരു ഹരമായി, ഇത് ഒരു ഭൂഷണമായി കൊണ്ടു നടക്കുന്ന ചില സംഘങ്ങളെക്കുറിച്ചും ചില ഗ്രൂപ്പുകളെക്കുറിച്ചും അച്ഛൻ ശ്രദ്ധിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരോടുമായിട്ട് ഒരു സുവിശേഷ രഹസ്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് ഒരാൾ സ്വന്തം ഇഷ്ടം അനുസരിച്ച് എന്തെങ്കിലും സ്വന്തം നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായി കണക്കാക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് ദൈവദത്തമായ ഒരു കടമയാണ്. ഇറ്റ് ഈസ് എ കമാൻഡ്മെൻറ്റ്. യേശുക്രിസ്തു എന്നുള്ള അന്ത്യ കൽപ്പനയാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്: യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. മാത്യു ചാപ്റ്റർ 28 വേഴ്സസ് 18-20. അവിടെ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാർക്കും തന്നിൽ വിശ്വസിക്കുന്നവർക്കുമായി നൽകുന്ന അന്ത്യകൽപ്പനയാണ്: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 15-ഉം 16-ഉം തിരുലിഖിതങ്ങളിലൂടെ നമ്മുടെ കർത്താവ് സകല വിശ്വാസികളെയും ഉത്ബോധിപ്പിക്കുകയാണ്: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഇതൊരു കൽപ്പനയാണ്. വി ആർ ഡ്യൂട്ടി ബൗണ്ട് ടു പ്രൊക്ലെയിം ദ ഗുഡ് ന്യൂസ് ടു ഓൾ ക്രിയേഷൻസ്. മാർക്ക് ചാപ്റ്റർ 16 വേഴ്സസ് 15 and 16 അത് കടമപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ 16-ാം തിരുലിഖിതത്തിൽ പറഞ്ഞിരിക്കുന്നത്: ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അത് എൻ്റെ കടമയാണ്. ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഇഫ് ഐ പ്രൊക്ലെയിം ദ ഗോസ്പൽ, ദിസ് ഗിവ്സ് മീ നോ ഗ്രൗണ്ട് ഫോർ ബോസ്റ്റിംഗ്, ഫോർ it is an obligation laid on me, and woe to me if I do not proclaim the gospel. Woe to me if I do not proclaim the gospel. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. കാരണം ഇറ്റ് ഈസ് മൈ ഐ ആം ഡ്യൂട്ടി ബൗണ്ട് ടു പ്രൊക്ലെയിം ദ ഗുഡ് ന്യൂസ്. സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ചിലർ ചിന്തിക്കുന്നുണ്ട്, എന്തിനാണ് വിദേശത്തേക്ക് പോകുന്നത്, എന്തിനാണ് അവിടെ പോകുന്നത്, എന്തിനാണ് ഇവിടെ പോകുന്നത്, ഇവിടെ തന്നെ ചെയ്തുകൂടെ? പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ സ്വന്തം ഇഷ്ടമനുസരിച്ച് നമുക്കൊരു ഹോബി പോലെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് പോകുന്ന രീതിയല്ല സുവിശേഷ വേല. നമ്മൾ നമ്മുടെ വെക്കേഷൻ ഡേയ്സിൽ, വീക്കെൻഡിൽ, അല്ലെങ്കിൽ നമുക്ക് ആനുവൽ വെക്കേഷൻ ഡേയ്സിൽ നമ്മൾ പിക്നിക്കിന് വേണ്ടി ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് നമ്മൾ ഇഷ്ടമനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നത് പോലെയുള്ള ഒരു ടൂർ അല്ല സുവിശേഷ വേല എന്ന് പറയുന്നത്.
ഇത് യേശുക്രിസ്തുവിൽ നിന്നുള്ള ഒരു കൽപ്പനയുടെ പൂർത്തീകരണമാണ്. അതിൻ്റെ യജമാനൻ യേശു തന്നെയാണ്. യേശു പറയുന്നിടത്തേക്ക് യേശു പറയുന്നവർ പോയി സുവിശേഷം പ്രസംഗിക്കണം. തോമാസ് ലീഗായോട് കേരളത്തിലേക്ക് പോകാൻ, ഇന്ത്യയിലേക്ക് പോകാൻ പറഞ്ഞു. തോമാസ് ലീഗ് ഇന്ത്യയിലേക്ക് പോയി. പത്രോസ് ലീഗയോട് റോമിലേക്ക് പോകാൻ പറഞ്ഞു. പത്രോസ് ലീഗ റോമിലേക്ക് പോയി. യാക്കോബ് ലീഗായോട് സ്പെയിനിലേക്ക് പോകാൻ പറഞ്ഞു. യാക്കോബ് ലീഗ സ്പെയിനിലേക്ക് പോയി. എല്ലാവരും ജെറുസലേമിൽ തന്നെ പ്രസംഗിച്ചാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് തോമാസ് ലീഗ റോമിലേക്ക് പോയില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് പത്രോസ് ലീഗ ചൈനയിലേക്ക് പോയില്ല? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിൽ എന്ത് സാങ്കത്യമാണുള്ളത് മക്കളെ? പ്രിയപ്പെട്ട ദൈവമക്കൾ, നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ഓരോ സ്ഥലം തിരഞ്ഞെടുത്ത് നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് പോകുന്നതല്ല സുവിശേഷ വേല എന്ന് പറയുന്നത്. അത് കർത്താവിൻ്റെ കൽപ്പനയാണ്. കർത്താവിൻ്റെ ആത്മാവാണ് നയിക്കുന്നത്. ചിലരെ ആഫ്രിക്കയിലേക്ക് നയിക്കുന്നു, ചിലരെ ചൈനയിലേക്ക് നയിക്കുന്നു, ചിലരെ റഷ്യയിലേക്ക് നയിക്കുന്നു, ചിലരെ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലേക്ക് നയിക്കുന്നു. ഓരോരുത്തരെയും കർത്താവിൻ്റെ ആത്മാവ് അതിൻ്റെ ഇഷ്ടമനുസരിച്ച് നയിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് ഉച്ചത്തിൽ പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അതിന് പ്രത്യേകിച്ച് നിയമമില്ല. ഇതെന്തുകൊണ്ട് എന്നിങ്ങനെ ചോദിക്കാൻ നമുക്ക് അതിൽ സാങ്കത്യമില്ല. അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഞാനും നിങ്ങളും ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തെ അംഗീകരിക്കണം. ഒന്ന് ഉച്ചത്തിൽ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തിനു വേണ്ടിയാണ് കർത്താവ് ഇതുപോലെ ദൈവമക്കളെ അയക്കുന്നത്? കാരണം റോമാലേഖനത്തിൽ ഇപ്രകാരം വെളിപ്പെടുത്തുന്നു. റോമാലേഖനം 10-ാം അധ്യായം അതിൽ 14-ാം തിരുലിഖിതം വായിക്കുന്ന ഇങ്ങനെയാണ്: എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? Romans chapter 10 verse 14. But how are they to call on one in whom they have not believed? And how are they to believe in one of whom they have never heard? And how are they to hear without someone to proclaim him? There is someone to proclaim Jesus Christ. യേശുവിനെ പ്രഘോഷിക്കാൻ യേശു തന്നെ തിരഞ്ഞെടുക്കും. ഒന്ന് ഉച്ചത്തിൽ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. Romans chapter 10 verse 17. So faith comes from what is heard, and what is heard comes through the word of Christ. റോമ 10-ാം അധ്യായം 17-ാം തിരുലിഖിതം. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. വിശ്വാസം കേൾവിയിൽ നിന്ന്. കേൾക്കണമെങ്കിൽ ആരെങ്കിലും പ്രസംഗിക്കണം. കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തയക്കുന്ന, ഇത് ഇന്നലെ ദൈവം തെരഞ്ഞെടുത്താന്ന് വിചാരിക്കരുത്. ജെറമിയായുടെ ഗ്രന്ഥത്തിൽ 1-ാം അധ്യായം 4 മുതൽ 10 വരെ തിരുലിഖിതങ്ങൾ. ബുക്ക് ഓഫ് ജെറമായ ചാപ്റ്റർ 1 വേഴ്സസ് 4 to 10. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണ് എന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. കർത്താവാണ് ഇത് പറയുന്നത്. അനന്തരം കർത്താവ് കൈ നീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടമറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ഈ ഒരു നിയോഗത്തിൻ്റെ ശക്തിയാലാണ്
ഓരോ സുവിശേഷ പ്രഘോഷകനും പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ അരികിൽ നിങ്ങളുടെ അടുത്തേക്ക് നിയോഗിക്കപ്പെടുന്നതും സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതും നിങ്ങൾ ഓരോരുത്തരും സുവിശേഷം കേൾക്കപ്പെടുന്നതും. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈ അടുത്ത കാലത്ത് ചില സ്ഥലങ്ങളിലൊക്കെ സുവിശേഷ വേലക്കാരെ തടയുന്നതും അപമാനിക്കുന്നതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ രണ്ട് പേരായി ഭവനങ്ങൾ സന്ദർശിക്കുന്നതും അവിടെ കുടുംബങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതൊക്കെ ഏതെങ്കിലും ഒരു മുക്കിലെ മൂലയിലൊക്കെ തടഞ്ഞാൽ അതുകൊണ്ട് സുവിശേഷ പ്രഘോഷണം നിൽക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് അജ്ഞതയുടെ കാലത്ത് ജനങ്ങൾ ചെയ്യുന്നതാണ്. പൗലോസ് സാവൂളായിരുന്ന കാലത്ത് അനേകം ക്രിസ്ത്യാനികളെ സുവിശേഷ പ്രസംഗത്തിൽ നിന്ന് തടഞ്ഞു. അവരെ കാരാഗൃഹത്തിൽ അടച്ചു, അവരെ ജയിലിലടച്ചു, അവരെ പലരെ കൊന്നുകളഞ്ഞു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചിരുന്നത് ഇതോടുകൂടി സുവിശേഷം നിലയ്ക്കും, യേശുവിനെ കുറിച്ചുള്ള പ്രഘോഷണം തീരുമെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് പൗലോസ്ലീഹ പറയുകയാണ്, അജ്ഞതയുടെ കാലങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നത്. അജ്ഞതയുടെ കാലത്ത് ഞാൻ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. റോമാൻ സാമ്രാജ്യത്തിൽ അതുപോലെ ആദിമ നൂറ്റാണ്ടിൽ 3 നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യാനികളെ പ്രസംഗത്തിൽ നിന്ന് തടഞ്ഞിരുന്നു. പക്ഷേ കർത്താവിൻ്റെ സുവിശേഷത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ല. കർത്താവിന് സർവശക്തമായ വചനത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ല. അത് ഇന്നും 2000 വർഷങ്ങളായി ലോകത്തിന്റെ സീമകൾ വരെയും പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ വചനം കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നത്തെ ചക്രവർത്തിമാരും ഭരണകൂടങ്ങളും അപ്രത്യക്ഷമായി. പക്ഷെ ക്രിസ്തുവിൻ്റെ വചനം ഇന്നും ലോകത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സുവിശേഷ പ്രഘോഷണം ഞങ്ങളുടെ കടമയാണ്. ഒരാൾ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരുന്നില്ല. അത് അവരുടെ ഫ്രീഡമാണ്. എന്നാൽ ഞങ്ങൾ പ്രഘോഷിക്കാത്തത് നിമിത്തം ഒരാൾ സുവിശേഷം കേൾക്കാതെ ആ ആത്മാവ് നിത്യനാശത്തിലേക്ക് പോയാൽ ഞങ്ങൾ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഇത് ഓരോ ക്രിസ്ത്യാനിയുടെയും നിയോഗമാണ്. We are duty bound to proclaim the good news to all creations. ഈ സമയം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ സുവിശേഷ പ്രഘോഷകരെ മനസ്സിലാക്കാനും സുവിശേഷ പ്രഘോഷണ ദൗത്യം ഏറ്റെടുക്കാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിലോ അതിലെനിക്ക് അഹംഭാവത്തിന് ഭാഗമില്ല. എൻ്റെ കടമ നിർവഹിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. 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 അവരുടെ സാക്ഷ്യത്തിനായി ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. ഹല്ലേലൂയ. 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 ഈ സമയം ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നൽകപ്പെടാൻ പോവുകയാണ്. ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും രോഗികളായ മക്കളെയും കുട്ടികളെയും വിദ്യാർത്ഥിനികൾ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. എല്ലാ സുവിശേഷ വേലക്കാരെയും യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന സകല വിശ്വാസികളെയും ഇപ്പോൾ സുവിശേഷത്തിൻ്റെ ആത്മാവിനാൽ സ്വർഗം ബലപ്പെടുത്തട്ടെ. 2 കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവിന്റെ അത്ഭുത ശക്തി, തിരുരക്ത ശക്തി. യേശു തൻ്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തൻ്റെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു.